we have to tell the world, because the world has a certain kind of a very holy belief in us. We have to explain to them why this happened and how truthful we are. Do you think there is a misinformation campaign going on against India? No, we are not bothered about the misinformation campaign. But we have to make it let known to the world what we are and what we will be. സർ, ദേശീയപാത വലിയ രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കോൺട്രാക്ടേഴ്സിനെ മാത്രം കുറ്റം പറയാനൊക്കത്തില്ല. വലിയ കോൺട്രാക്ടേഴ്സ് അത് എടുത്ത് സബ്ലെറ്റ് ചെയ്തൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ എല്ലാം സുതാര്യത ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് സംഭവിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിതിൻ ഗഡ്കരിജി എടുത്ത് വളരെ സീരിയസ് ആയിട്ട് ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു അനന്തരഫലമുണ്ടാവും. അല്ല, അറിയത്തില്ല, അന്വേഷിച്ച് കണ്ടെത്തണം. ഇൻവെസ്റ്റിഗേഷൻ വേണം. ഇതിനകത്ത് പലയിടങ്ങളിലും തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ദേശീയപാത വേണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ചില DPRകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഈ ഇടിഞ്ഞ ആ പോർഷനെ കുറിച്ച് എന്താ പറയുന്നത്? അത്രയും ഹൈറ്റിലേക്ക് ഈ കെട്ടുകൊണ്ട് താങ്ങില്ല ആണോ? അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ അതിനെന്തായിരുന്നു പ്രതിസംവിധാനം? ഇതിനൊരു DPR 1 ഉണ്ടായിരുന്നോ? അത് നമ്മൾ ഫോളോ ചെയ്തോ? എവിടെയാണ് DPR 1 മാറ്റി DPR 2? അതും പോരാഞ്ഞിട്ട് DPR 3യിലേക്ക് പോയത് എവിടെയാണ്? വയൽക്കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത്? അന്വേഷിക്കണം. ഒരു ഒറിജിനൽ DPR ഉണ്ടായിരുന്നു, അത് ആർക്ക് വേണ്ടി മാറ്റി? പലയിടങ്ങളിൽ അന്വേഷിക്കും.